കോട്ടയം നിണ്ടൂരിൽ നൊമ്പരമായി ഏക്കർ കണക്കിന് ഏത്തവാഴത്തോട്ടം. 2 യുവ കർഷകർ ചേർന്ന് കൃഷിയിറക്കിയ 3000-ഓളം ഏത്തവാഴകളാണ് കരിഞ്ഞുണങ്ങിയത്. വിളവെടുപ്പിന് പാകമായി വരുമ്പോഴാണ് ഈ ഏത്തവാഴകൾ വീണുപോയത്. ഈ 2 യുവ കർഷകരുടെ കഴിഞ്ഞ 10 മാസക്കാലത്തെ അധ്വാനമാണ് കനത്ത ചൂടിൽ കരിഞ്ഞുണങ്ങിപ്പോയത്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് നീണ്ടൂർ സ്വദേശികളായ PM സുരേഷും ലിബിനും ചേർന്ന് വാഴക്കൃഷി ഇറക്കിയത്. വെള്ളവും വളവും നൽകി പരിപാലിച്ചപ്പോൾ നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയും നൽകി. കനത്ത ചൂട് ആ പ്രതീക്ഷകളെയാണ് ഇല്ലാതാക്കിയത്. നൽകിയ വെള്ളമൊന്നും മതിയാവാതെ വന്നതോടെ വാഴകൾ കരിഞ്ഞുണങ്ങി തുടങ്ങി. മൊത്തം ഒരു 3000-ഓളം വാഴ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു 1600-700-ഓളം വാഴയുണ്ട്. മൊത്തം ഒരു 3000 വാഴയോളം ഉണ്ട്. എല്ലാ സ്ഥലത്തും അവസ്ഥ ഇത് തന്നെയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കിണറുണ്ട് കാര്യം പറഞ്ഞാൽ, പക്ഷേ നമുക്ക് പകുതിയെ നനയ്ക്കാൻ കിട്ടത്തുള്ളൂ. അത് അത്രയും വെള്ളമേ കിട്ടത്തുള്ളൂ. പിന്നെ ഫുള്ളായിട്ട് നനയ്ക്കാനുള്ള കിട്ടത്തില്ല. വെള്ളം ഒഴിച്ചാൽ തന്നെ അടിയിലോട്ട് താഴുന്നതിന് മുമ്പ് പറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ്. വാഴ നിൽക്കത്തില്ല. ഒരു വാഴവിത്ത് നട്ടപ്പോൾ 400 മുതൽ 450 രൂപ വരെ ചെലവായി. സ്വന്തമായ അധ്വാനം വേറെയും. ആ അധ്വാനമാണ് ചുട്ടുപൊള്ളുന്ന ചൂട് കവർന്നെടുത്തത്. ഞങ്ങൾ രണ്ടുപേരും പകലന്തിയോളം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വാഴകളായി നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് പൊടിഞ്ഞു പോവുകയാണ്. കാരണം ഇത് ജനുവരി മാർച്ച് മാസം കൊണ്ട് വിളവെടുപ്പ് പൂർത്തീകരിക്കേണ്ടതാണ്. കൊലച്ചിങ്ങ വരുമ്പോൾ തന്നെ കവളിയിൽ നിന്ന് തന്നെ കൊല ഉണങ്ങിപ്പോവുക. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് തീർത്തും ഇപ്പം ഒന്നും വയ്യാത്തൊരവസ്ഥയാണ്. മുന്നോട്ട് പോകാൻ പോലും ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന കാര്യമാണ്. വർഷങ്ങളായി കൃഷിയിറക്കുന്ന ഇവർക്ക് യുവ കർഷകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയേറെ നഷ്ടം സംഭവിക്കുന്നത്. സാമ്പത്തിക ബാധ്യത മൂലം എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഇരുവരും. കനത്ത ചൂടിൽ ഭൂമി വെന്ത് വെണ്ണീറാകുമ്പോൾ ഇത്തരം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.